ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ലോകത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് സമനിലയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ്, ഡിഎംകെ, ഇടത് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറെ എപ്പോഴും അപമാനിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. संविधान की 75 साल की यात्रा पर उस हाउस की बात और अब ये बाबा साहब के चित्र लेकर के आ रहे हैं. ये बाबा साहब का अपमान करने वाली पार्टी आज मजबूर हुई है क्योंकि नरेंद्र मोदी जी ने बाबा साहब के 5 तीर्थ स्थान बनाए हैं. बाबा साहब का नाम स्वर्ण अक्षरों में लिखा जाने लगा है. രാജ്യസഭയിലും ഇതേ വിഷയത്തിൽ ബഹളം തുടർന്നതിനാൽ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വെള്ളിയാഴ്ച സെക്കന്തരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിന് പ്രസിഡന്റ്സ് കളേഴ്സ് ബഹുമതി സമ്മാനിക്കും. 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ മംഗളഗിരി എയിംസിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. താങ്ങാനാവുന്ന മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി ഇന്ത്യ വളർന്നു വരികയാണെന്നും ഈ പുരോഗതിയിൽ ഡോക്ടർമാർക്ക് നിർണായക പങ്കുണ്ടെന്നും ശ്രീമതി മുർമു ചടങ്ങിൽ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിപുലമായ കൂടിയാലോചനകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ തലത്തിലും വിശദമായി ചർച്ച ആവശ്യമായതിനാൽ ബിൽ ജെപിസിക്ക് അയക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചിരുന്നു. രാജ്യത്ത് ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലുകൾ. ഇന്ന് ബീജിംഗിൽ നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി പ്രത്യേക പ്രതിനിധി ചർച്ചയുടെ 23ാം റൌണ്ടിലാണ് ശ്രീ ഡോവൽ പങ്കെടുക്കുന്നത്. ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷത്തെ തുടർന്ന് 4 വർഷത്തിലേറെയായി നിലച്ചിരുന്നു. ലോകത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം. 2019ലെ 23ാം സ്ഥാനത്ത് നിന്നുമാണ് ഈ കുതിപ്പ്. രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 2024 നവംബറിൽ ഒറ്റമാസത്തിൽ തന്നെ 20,000 കോടി രൂപയിലധികം പിന്നിട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 92% വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ നേട്ടത്തെ അഭിനന്ദിക്കുകയും മേക്കിംഗ് ഭാരത് സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാന സൌകര്യം, സാമ്പത്തികം, കൃഷി എന്നീ മേഖലകളിലെ വികസനത്തിനൊപ്പം സാംസ്കാരിക വികസനത്തിനും ഐക്യത്തിനും സർക്കാർ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും സാംസ്കാരിക ചരിത്രത്തിന്റെയും സുപ്രധാന അടിത്തറയാണ് നമ്മുടെ ഭാഷകളെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭാഷകൾ ആശയവിനിമയത്തിനുള്ള മാർഗ്ഗം മാത്രമല്ല, അറിവിന്റെയും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന പൈതൃകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 11 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഏക രാജ്യം ഇന്ത്യയാണെന്നും ശ്രീ ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ INS നിർദ്ദേശക് ഇന്ന് കമ്മീഷൻ ചെയ്യും. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സിംഗ് വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. നാവികസേനയുടെ 2ാമത്തെ സർവേ കപ്പലാണ് നിർദ്ദേശക്. 25 ദിവസം വരെ കടലിൽ നിരീക്ഷണം നടത്താൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ.
നീതി ആയോഗ്, കാലിഫോർണിയ സർവകലാശാല, ബെർക്ക്ലി, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ച് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് ഓൺ ഇന്ത്യാസ് മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഫിനാൻസിംഗ് എ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് പുഷ് എന്ന 2 ദിവസത്തെ വർക്ക്ഷോപ്പ് ഇന്നലെ മുംബൈയിൽ സമാപിച്ചു. വെല്ലുവിളികൾക്കിടയിലും 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 5ാം സ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് അവിശ്വസനീയമാണെന്നും നീതി ആയോഗ് ഉപ അധ്യക്ഷൻ സുമൻ കെ ബെറി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കീടനാശിനികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുന്ന കിസാൻ കവച് പുറത്തിറക്കി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കർഷകരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള നിർണായക നീക്കമാണ് കിസാൻ കവച് എന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. अभी तक हम एक्सपोजर होने के बाद का इलाज करते थे, अब ये प्रिवेंटिव हेल्थ केयर का इलाज होने लगा, स्पेसिफिकली टारगेटिंग द फार्मर कम्युनिटी के किसान. और इसकी ये खूबी है कि ये वॉशेबल है, 150 बार धोया जा सकता है. इसके अलावा इसकी मिनिमम लाइफ स्पैन 2 बरस है, उससे ज्यादा भी चल सकता है. രാജ്യത്ത് ആദ്യമായാണ് കീടനാശിനിയുടെ നേരിട്ടുള്ള ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കിസാൻ കവച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തരമായി ഉപയോഗിക്കുന്നതിന് ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. 2025 ജനുവരി 10-നകം കേന്ദ്ര സർക്കാർ മറുപടി നൽകണം. പുതുവത്സരവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നടക്കാനിരിക്കുന്ന സൺബേൺ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നത് സംബന്ധിച്ച വിവരം നാളെ ഹൈക്കോടതിക്ക് കൈമാറണമെന്നും സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും വൈകാതെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. നോർക്ക റൂട്ട്സ് ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാര്യക്ഷമമായ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് മഴ കാരണം സമനിലയിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ മഴയെ തുടർന്ന് കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 8 റൺസ് എന്ന നിലയിലായിരുന്നു. ഇന്ത്യയ്ക്ക് ജയിക്കാൻ 267 റൺസ് വേണ്ടിയിരുന്നപ്പോഴാണ് മഴ കളി തടസ്സപ്പെടുത്തിയത്. നേരത്തെ 5ാം ദിനം ഓസ്ട്രേലിയയുടെ 445 എന്ന സ്കോറിന് മറുപടിയായി ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 260 റൺസിന് ഓൾ ഔട്ടായി. 9 വിക്കറ്റ് നഷ്ടത്തിൽ 252 എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് 8 റൺസ് മാത്രമേ കൂട്ടിച്ചേർക്കാനായുള്ളൂ. 84 റൺസെടുത്ത KL രാഹുലും 77 റൺസെടുത്ത രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാർ. ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടക്കുന്ന ടെസ്റ്റിൽ ഇന്ത്യ കഷ്ടിച്ചാണ് ഫോളോ ഓൺ ഒഴിവാക്കിയത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പാറ്റ് കമിൻസ് 4ഉം മിച്ചൽ സ്റ്റാർച്ച് 3ഉം വിക്കറ്റ് വീഴ്ത്തി. 5 മത്സരങ്ങളുടെ പരമ്പര നിലവിൽ 1-1 സമനിലയിലാണ്. പരമ്പരയിലെ 4ാം ടെസ്റ്റ് മത്സരം ഈ മാസം 26-ന് മെൽബണിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിനായി ഓഫ് സ്പിന്നർ ആർ അശ്വിൻ. ബ്രിസ്ബെയിനിൽ നടന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3ാം മത്സരം അവസാനിച്ചപ്പോഴാണ് അശ്വിൻ തീരുമാനം അറിയിച്ചത്. മഴ കാരണം മത്സരം സമനിലയിൽ അവസാനിച്ചു. 106 ടെസ്റ്റുകളിൽ നിന്ന് 537 വിക്കറ്റുകൾ നേടിയ അശ്വിൻ ലെഗ് സ്പിന്നർ അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരമാണ്. 6 ടെസ്റ്റ് സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനത്തിൽ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തം. ചലച്ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം പോലെ തന്നെ മനസ്സിൽ പതിഞ്ഞ സിനിമകൾ ഒരിക്കൽ കൂടി കാണാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തുകയാണ് ചലച്ചിത്ര പ്രേമികൾ. ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ 7 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. മിഡ് നൈറ്റ് സ്ക്രീനിംഗിന്റെ ഭാഗമായി ഹൊറർ ചിത്രമായ ദി ലോങ് ലെഗ്സ് രാത്രി 12 മണിക്ക് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ലോകത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് സമനിലയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.